എല്ലാ പ്രിയപ്പെട്ടവർക്കും ബുക്ക് ടോക്കിലേക്ക് സ്വാഗതം. എന്നെ സ്നേഹം പഠിപ്പിച്ച, സ്നേഹം കൊണ്ട് പരിചരിച്ച പണ്ടത്തെ പെൺകുട്ടി നിനക്കെന്നും നല്ലത് വരട്ടെ. എൻ മോഹനൻ്റെ ഒരിക്കൽ എന്ന പുസ്തകത്തിലെ ഏറ്റവും മനോഹരമായ ഒരു വരിയാണിത്. സ്നേഹത്തെക്കുറിച്ചിട്ടും പ്രണയത്തിൻ്റെ മനോഹാരിതകളെക്കുറിച്ചിട്ടും നഷ്ടപ്രണയത്തിൻ്റെ വേദനകളെക്കുറിച്ചുമൊക്കെ പുസ്തകങ്ങളും എഴുത്തുകളും ഒക്കെ വായിച്ചിട്ടുണ്ടെങ്കിലും അതിൽ നിന്നൊക്കെ തീർത്തും വ്യത്യസ്തമായി ഒരിക്കൽ തന്നെ ഉപേക്ഷിച്ചു പോയ തൻ്റെ പ്രണയത്തെ വർഷങ്ങൾക്കിപ്പുറവും അതേ സ്നേഹത്തോടെ ഓർത്തെടുക്കുകയും പരാതികളൊന്നുമില്ലാതെ സ്നേഹത്തിൻ്റെ ഭാഷയിൽ എഴുതി വെച്ച മനോഹരമായ ഒരു പുസ്തകം. ഒരിക്കൽ എന്നൊരു പേര് പോലും ഈ പുസ്തകത്തിന് എത്രമാത്രം യോജിച്ചതാണെന്ന് വായനയ്ക്കൊടുവിൽ നമുക്ക് പിടുത്തം കിട്ടും. സുഹൃത്തുക്കളുടെ ആവശ്യപ്രകാരം തൻ്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ച സ്ത്രീയെക്കുറിച്ച് മലയാള മനോരമയുടെ ഞായറാഴ്ച പതിപ്പിൽ അദ്ദേഹം രാഗങ്ങൾ ഒരു കാലം എന്ന പേരിൽ തൻ്റെ ആത്മകഥയുടെ ഒരു പരമ്പര എഴുതാൻ ആരംഭിച്ചു. പിന്നീട് കുറച്ചുകൂടി വിപുലീകരിച്ച് 1999 ഒരിക്കൽ എന്ന പേരിൽ ഈ പുസ്തകം പുറത്തിറങ്ങുന്നത്. സ്നേഹം ഇങ്ങനെ തണുത്തു പോകുന്ന ഒരു കാലത്താണ് നമ്മളൊക്കെ ജീവിക്കുന്നതല്ലേ. പ്രണയം നിരസിച്ചതിൻ്റെ പേരിൽ, പ്രണയത്തിൽ നിന്ന് ഇറങ്ങി നടന്നതിൻ്റെ പേരിൽ മാനസികമായും ശാരീരികമായും എത്രയോ ആഘാതങ്ങളേറ്റ മനുഷ്യരാണ് നമുക്ക് ചുറ്റും. ആ ഒരു കാലത്തിൽ നിന്നുകൊണ്ടാണ് നമ്മൾ ഈ പുസ്തകം വായിക്കുന്നത്. ആ വായന നമ്മെ കൊണ്ട് ചെന്ന് എത്തിക്കുന്നത് കുറേയധികം തിരിച്ചറിവുകളിലേക്കാണ്. സ്നേഹത്തിൻ്റെ കൊടുമുടിയിൽ നിന്ന് ഇറങ്ങിപ്പോയ ഒരാളെ വർഷങ്ങൾക്കിപ്പുറവും ഏറ്റവും മനോഹരമായി അടയാളപ്പെടുത്തി വച്ചിരിക്കുന്നു. ബന്ധങ്ങളിൽ സ്നേഹത്തിൻ്റെ തീവ്രത എത്രമാത്രം ആഴപ്പെട്ടതാണെന്ന് ഈ പുസ്തകം വീണ്ടും ഇങ്ങനെ ഓർമ്മപ്പെടുത്തുന്നു. പ്രണയിക്കാത്തവർ ചുരുക്കമായിരിക്കും. പ്രണയത്തിൻ്റെ ആനന്ദങ്ങൾ ആസ്വദിക്കുന്നതിനോടൊപ്പം തന്നെ പ്രണയമേൽപ്പിക്കുന്ന മുറിവുകളും നമ്മെ ആഴത്തിൽ വേദനിപ്പിക്കാറുണ്ട്. ഈ കഥ നടക്കുന്നത് തിരുവനന്തപുരത്തെ യൂണിവേഴ്സിറ്റി കോളേജിലാണ്. അവിടെ MA മലയാളം വിദ്യാർത്ഥിയായ എൻ മോഹനൻ്റെ ജീവിതത്തിലേക്ക് അതേ കോളേജിലെ ഓണേഴ്സ് ക്ലാസ്സിലെ 1ാം വർഷ വിദ്യാർത്ഥിനിയായ ആ 18കാരി പെൺകുട്ടി കടന്നു വരുന്നു. ആദ്യ ഇടപെടലിൽ തന്നെ അവർക്കിടയിൽ ഒരു സ്നേഹത്തിൻ്റെ ഭാഷ രൂപപ്പെട്ടു വന്നു. പിന്നീട് അങ്ങോട്ട് പുസ്തകങ്ങളും കഥകളും കവിതകളും ഒക്കെയായി ആ ബന്ധം കൂടുതൽ ദൃഢപ്പെട്ടു. പക്ഷേ പൊടുന്നനെ ഒരു ദിവസം ഒന്നും പറയാതെ ആ പെൺകുട്ടി അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ നിന്ന് ഇറങ്ങിപ്പോയി. ഒരു നേർത്ത മഴ പോലെ വന്ന് ഒരു വസന്തകാലം മുഴുവൻ ബാക്കിയാക്കിപ്പോയ ആ പെൺകുട്ടിയെ ചക്കി എന്ന വിളിപ്പേരിലാണ് അദ്ദേഹം ഈ പുസ്തകത്തിൽ അടയാളപ്പെടുത്തിയിരിക്കുന്നത്. വർഷങ്ങൾക്കിപ്പുറം ആശുപത്രി കിടക്കയിൽ ചക്കിയെ വീണ്ടും കണ്ടുമുട്ടുന്നതിലൂടെയാണ് കഥ ആരംഭിക്കുന്നത്. കാലങ്ങൾക്ക് പിറകിലേക്ക് ചക്കിയുടെ ഓർമ്മകളിലൂടെ തിരുവനന്തപുരത്തെ വഴിയോരങ്ങളും ലൈബ്രറിയും വെള്ളയമ്പലവും യക്ഷിയമ്മൻ ആൽത്തറയും ഒക്കെ നമുക്കും സുപരിചിതമാവും. എത്ര ചുരുങ്ങിയ നാളുകളിലേക്കായിരുന്നുവെങ്കിലും അതൊരു സത്യമായിരുന്നല്ലോ എന്ന് എഴുത്തുകാരൻ പറഞ്ഞു വയ്ക്കുമ്പോൾ നമ്മുടെ ഉള്ളിലും ഒരു ചോദ്യമുയരും. നമ്മിൽ ബാക്കിയായി പോയ മനുഷ്യരെയും അവരുടെ സ്നേഹങ്ങളെയും ഒക്കെ ഓർമ്മ വരും. പുസ്തകത്തിൻ്റെ അവസാന താളിൽ അദ്ദേഹം ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്: എന്നിട്ടും അവൾ അറിഞ്ഞില്ല. ആഴക്കടലിനേക്കാൾ അഗാധമായിരുന്നു എൻ്റെ പ്രണയം. ഏറ്റവും വലിയ മോഹത്തേക്കാൾ വലുതായിരുന്നു എൻ്റെ ഇഷ്ടം. എന്നിട്ടും അവൾ അറിഞ്ഞില്ലല്ലോ. ഇപ്പോൾ ഈ വൈകിയ വേളയിൽ പ്രപഞ്ചാന്ത്യത്തിൽ കോരിച്ചൊരിയുന്ന ഈ പേമാരിയിൽ എൻ്റെ കണ്ണുനീരാകുന്നു എന്ന സത്യം മാത്രം അവൾ അറിയുന്നുവത്രേ. ഓരോ കാലത്തും നമ്മുടെ ജീവിതത്തെ സ്വാധീനിക്കുന്നത് ഓരോ മനുഷ്യരായിരിക്കും. കാലത്തിനനുസരിച്ച്, ബന്ധങ്ങൾ മാറുന്നതിനനുസരിച്ച് അതും ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും. പക്ഷേ തൻ്റെ ജീവിതത്തിൽ നിന്ന് ഇറങ്ങിപ്പോയ ഒരാളെക്കുറിച്ച് ഏറ്റവും കൂടുതൽ ജീവിതത്തിൽ സ്വാധീനം ചെലുത്തി എന്ന് പറയാൻ നമുക്ക് എത്ര പേർക്കാവും? വർഷങ്ങൾക്കിപ്പുറവും ഒരാളുടെ ഓർമ്മയിൽ ഇത്ര മനോഹരമായി നിൽക്കാൻ എനിക്കാവുമോ എന്നൊക്കെയുള്ള ചോദ്യം ഈ പുസ്തകം ഇങ്ങനെ ബാക്കിയാക്കുന്നു. നമ്മളെ ഉപേക്ഷിച്ച് പോയിട്ടുള്ളവരാവട്ടെ, നമ്മൾ ഉപേക്ഷിച്ചവരായിക്കൊള്ളട്ടെ, ആരു തന്നെയായാലും സ്നേഹം ഒരിക്കലും തീർന്നു പോകുന്നില്ലല്ലോ. ഒരിക്കൽ സ്നേഹിച്ചാൽ അത് സ്നേഹിച്ചത് തന്നെയല്ലേ. കാലം എത്ര കഴിഞ്ഞാലും മനസ്സിൻ്റെ ഒരു കോണിൽ ആരും കാണാതെ നമ്മൾ ആ സ്നേഹം ഇങ്ങനെ ബാക്കി നിർത്തും. ആത്മാർത്ഥമായി സ്നേഹിച്ച ഒരാൾക്ക് വർഷങ്ങൾക്കിപ്പുറവും ആ സ്നേഹത്തെ അത്രയും മനോഹരമായി കൊണ്ടു നടക്കാനാവുമെന്ന് ഓർമ്മപ്പെടുത്തിയ ഒരു പുസ്തകം. ഈ പുസ്തകത്തിൽ എനിക്കിഷ്ടപ്പെട്ട മറ്റൊരു വരി ഇങ്ങനെയാണ്: എന്നെങ്കിലും ഒരിക്കൽ വീണ്ടും കാണുകയാണെങ്കിൽ അന്നും ഇതേ നന്ദി നിറഞ്ഞ സ്നേഹഭാവത്തോടെ നോക്കുവാനാവും എൻ്റെ ശ്രമം. ലേശം കണ്ണുനീർ പുരണ്ട നോട്ടമായാലും നീ ക്ഷമിക്കണം. എൻ്റെ മനസ്സ് നിറയെ അപ്പോൾ ഒരു വസന്തത്തിൻ്റെ ഓർമ്മകളായിരിക്കും. നമ്മിൽ എത്ര പേർക്ക് ഇങ്ങനെ വീണ്ടും കാണുമ്പോൾ സ്നേഹത്തോടെ കാണാനാവും എന്നൊരു ചോദ്യം ഈ പുസ്തകം ഇങ്ങനെ ബാക്കി നിർത്തുകയാണ്.